Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനലി എന്താണെന്നാണ്. അപ്പോൾ ഫൈനലി എന്താണ്, ഫൈനലിയുടെ സിന്റാക്സ് എന്താണ്, അതിന്റെ യൂസേജ് എവിടെയൊക്കെയാണ് വരുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് വെദർ ആൻ എക്സെപ്ഷൻ ഈസ് ഹാൻഡിൽഡ് ഓർ നോട്ട്. ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എപ്പോഴും എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഫൈനലി ബ്ലോക്കിനകത്ത് നമ്മൾ എന്താണ് എഴുതി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതാണ് ഫൈനലി കൊടുക്കുന്നത്. അപ്പൊ എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തായാലും ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫൈനലി ബ്ലോക്കിനകത്ത് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫൈനലിയുടെ ജനറൽ ആയിട്ടുള്ള രണ്ട് സിന്റാക്സ് ഇതാണ്. ഒന്ന് ട്രൈ ബ്ലോക്കിന് ശേഷം ക്യാച്ച് ബ്ലോക്കിന് ശേഷം ഫൈനലി. അതായത് ട്രൈക്കകത്ത് നമ്മൾ കോഡ് എഴുതുന്നു, അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ക്യാച്ച് ബ്ലോക്ക് എഴുതുന്നു, അതിനുശേഷം ഫൈനലി എഴുതുന്നു. ഈ രണ്ടാമത്തെ സിന്റാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്ക് ശേഷം നമുക്ക് ക്യാച്ച് എഴുതാതെ ഡയറക്റ്റ് ഫൈനലി എഴുതുകയും ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇപ്പൊ ഫസ്റ്റ് സിന്റാക്സിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്കകത്ത് നമ്മളൊരു കോഡ് എഴുതുമ്പോൾ ഇപ്പൊ എക്സെപ്ഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ക്യാച്ച് ബ്ലോക്കിലോട്ട് കയറത്തില്ല. ഒരു എക്സെപ്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ക്യാച്ച് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പൊ ഒരു എക്സെപ്ഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് ട്രൈക്ക് ശേഷം ഫൈനലിയിലോട്ടായിരിക്കും ജമ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഒരു എക്സെപ്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ട്രൈക്ക് ശേഷം ക്യാച്ച് എക്സിക്യൂട്ട് ആവും, ക്യാച്ചിന് ശേഷം ഫൈനലി. എന്തായാലും ഫൈനലി എക്സിക്യൂട്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ സിന്റാക്സിനകത്ത് നമ്മൾ ക്യാച്ച് എഴുതിയിട്ടില്ല. അപ്പൊ എന്താണ്, ട്രൈക്കകത്ത് ഇപ്പോ രണ്ട് കേസ് വരാം, എക്സെപ്ഷൻ ഉള്ള കേസ് വരാം, ഇല്ലാത്ത കേസ് വരാം. അപ്പൊ എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് അവിടെ ഒരു അബ്നോർമൽ ടെർമിനേഷൻ കാണിക്കും, എന്നാലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഈ ക്യാച്ച് ബ്ലോക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനെ ഹാൻഡിൽ ചെയ്തോളുമല്ലോ, അതിനുശേഷം ഫൈനൽ എക്സിക്യൂട്ട് ആവും. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും വെദർ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്കിനകത്തുള്ളത് എക്സിക്യൂട്ട് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് അതിന്റെ ഫ്ലോ ചാർട്ട്. ഇപ്പൊ നമ്മുടെ ഒരു പ്രോഗ്രാം കോഡ് കൊടുത്തു, രണ്ട് കേസ് വരും, ഒന്നുകിൽ ഒരു എക്സെപ്ഷൻ വരാതെ ഇരിക്കാം. എക്സെപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആയി. ഇനി എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് കേസ് ഉണ്ടല്ലോ, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാം, ഹാൻഡിൽ ചെയ്യാതിരിക്കാം. അപ്പൊ ഹാൻഡിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. പിടികിട്ടിയല്ലോ? അപ്പൊ ഇത്രയാണ് ഫൈനലിയെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഞാൻ രണ്ട് സിന്റാക്സ് പറഞ്ഞു, ട്രൈക്കും ക്യാച്ചിന് ശേഷം ഫൈനലി എഴുതാം, ട്രൈക്ക് ശേഷം ഫൈനലി എഴുതാം. അപ്പൊ നിങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് ട്രൈ ക്യാച്ചിന് ശേഷം ഈ സിന്റാക്സ്, ഫസ്റ്റ് സിന്റാക്സ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇതൊരു പ്രോപ്പർ അല്ലല്ലോ, ഇപ്പൊ ഒരു എക്സെപ്ഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇപ്പൊ ക്യാച്ച് എഴുതിയില്ലെങ്കിലും ട്രൈക്ക് ശേഷം ഫൈനലി എഴുതാം. ഫൈനലി മാത്രമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്, ഫൈനലി മാത്രമായിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് പ്രോഗ്രാം വെച്ച് എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാനിപ്പോ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഒരു ട്രൈ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാച്ച് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫൈനലിക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാച്ചിനകത്ത് ആ എക്സെപ്ഷൻ വന്ന ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് ആ എക്സെപ്ഷൻ പ്രിന്റ് ചെയ്തിരിക്കുന്നു. ട്രൈക്കകത്ത് ഞാൻ കൊടുക്കുകയാണ്, ഇന്റ് a ഈക്വൽ ടു 25 കൊടുത്തു, ഇന്റ് b ഈക്വൽ ടു 5 കൊടുത്തു, എന്നിട്ട് ഇന്റ് c ഈക്വൽ ടു a/b, എന്നിട്ട് ഈ c യെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ കേസ് റൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം, 25/5 എന്ന് പറയുമ്പോൾ 5 വരും, അവിടെ എക്സെപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും, എക്സെപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ക്യാച്ച് ബ്ലോക്കിനകത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് ഫൈനലി ബ്ലോക്ക് ഓൾവേസ് എന്നുള്ള കോഡ് എക്സിക്യൂട്ട് ആവും. 5 വന്നു, ഫൈനലി ബ്ലോക്കും വന്നു. ഇതാണ് ഫസ്റ്റ് കേസ്, എക്സെപ്ഷൻ ഇല്ലാത്ത കേസ്. ഇനി എക്സെപ്ഷൻ ഉണ്ടായി എന്ന് കരുതുക, ഇവിടെ ഇപ്പൊ നമുക്ക് 5ന് പകരം ഒരു 0 കൊടുക്കാം. അപ്പൊ ഒരു എക്സെപ്ഷൻ ഉണ്ടായല്ലോ. അപ്പൊ നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് എന്ത് പറ്റും, ട്രൈക്ക് ശേഷം ക്യാച്ചിനകത്തോട്ട് കയറി ആ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തു. അതിനുശേഷവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഫൈനലി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. പിടികിട്ടിയല്ലോ? ഇനി ഇപ്പോ ഫസ്റ്റ് സിന്റാക്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ട്രൈ ക്യാച്ച് ഫൈനലി. ഇനി ക്യാച്ച് കൊടുക്കാതെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സെക്കൻഡ് സിന്റാക്സ്, ഞാനപ്പോ ഈ ക്യാച്ച് കളയാണ്, എന്നിട്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എക്സെപ്ഷൻ ഉണ്ടാവുന്ന കണ്ടീഷനാണ്. ആദ്യം എക്സെപ്ഷൻ വരാത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം, ക്യാച്ച് ബ്ലോക്ക് ഇല്ലാതെ. അപ്പൊ 5 ഫൈനലി ബ്ലോക്ക് ഓൾവേസ്. കാരണം എന്താ, ട്രൈയില് നമുക്ക് യാതൊരു എക്സെപ്ഷനും ഉണ്ടായിട്ടില്ല. അപ്പൊ ട്രൈക്ക് ശേഷം ഫൈനലിയിലോട്ട് വരും. അപ്പൊ ക്യാച്ച് കൊടുത്തില്ലെങ്കിലും പ്രോഗ്രാമിൽ വിഷയമൊന്നും വരാൻ പോകുന്നില്ല, എക്സെപ്ഷൻ ഇല്ലെങ്കിൽ. ഓക്കെ, ഇനിയിപ്പൊ എക്സെപ്ഷൻ ഉണ്ടാവുന്ന കേസ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ക്യാച്ച് ബ്ലോക്ക് ഇല്ലാതെ. ഇതിപ്പോ നമ്മൾ റൺ ചെയ്യുമ്പോൾ എക്സെപ്ഷൻ കാണിച്ചു, ഫൈനലി ബ്ലോക്ക് നമ്മുടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടായപ്പോ അതിനെ ഹാൻഡിൽ ചെയ്തില്ല, അതുകൊണ്ട്
അബ്നോർമൽ ടെർമിനേഷൻ വന്നു, പക്ഷെ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആയി. മനസ്സിലായല്ലോ? ഇപ്പോ ഇത് നമുക്ക് പഴയതുപോലെ തന്നെ കൊടുത്ത് റൺ ചെയ്യാം. ഇതല്ലേ കുറച്ചുകൂടെ ഭംഗി. ആ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്ത് കാണുന്നതാണ് ഒന്നുകൂടെ ഒരു ഭംഗി, ശരിയല്ലേ? അപ്പൊ ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മള് ഇനിയിപ്പോ വേറെ ഒരു കാര്യം കൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഈ ഫൈനലിയുടെ വെളിയിൽ എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷൻ വന്നാ പ്രിന്റ് ആവോ ഇല്ലയോ എന്ന്. അപ്പൊ ജസ്റ്റ് വെറുതെ ഒരു ഹലോ കൊടുക്കാം ഫൈനലിയുടെ വെളിയിൽ. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഹലോ എക്സിക്യൂട്ട് ആയി. കാരണം എന്താ, ഇവിടെ ഒരു എക്സെപ്ഷൻ വന്നത് ഓൾറെഡി ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് എന്ത് കൊടുത്താലും വരും. ഇനിയിപ്പൊ നമുക്ക് ഈ ക്യാച്ച് ബ്ലോക്ക് കളഞ്ഞിട്ട് നമുക്ക് ഈ ഹലോ പ്രിന്റ് ആവോ എന്ന് നോക്കാം. അത് പ്രിന്റ് ആയില്ല. കാരണം എന്താ, ഫൈനലി കഴിഞ്ഞപ്പോ ഒരു അബ്നോർമൽ ടെർമിനേഷൻ വന്നു. അബ്നോർമൽ ടെർമിനേഷൻ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഈ ഹലോയുടെ ആ കോഡ് പ്രിന്റ് ആയിട്ടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇപ്പൊ ക്യാച്ചിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ട്രൈ ബ്ലോക്ക് കൊടുക്കുമ്പോൾ ഒരു എക്സെപ്ഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് കൊടുത്തിരിക്കണം. കിട്ടിയല്ലോ? ഇനി ഈ ട്രൈയുടെയും ക്യാച്ചിന്റെയും ഫൈനലിയുടെയും യൂസ് എന്താണെന്ന്. ഇപ്പൊ നമ്മള് ട്രൈക്കകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസ്കി കോഡ് എഴുതി കൊടുക്കും. ഇപ്പോ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള റിസ്കി കോഡെല്ലാം നമ്മൾ ട്രൈക്കകത്താണ് എഴുതി കൊടുക്കുന്നത്. ക്യാച്ചിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡാണ് എഴുതി കൊടുക്കുന്നത്. ഇനി ഫൈനലിയുടെ യൂസ് എന്താണെന്നാണ് മിക്കവർക്കും അറിയാത്തത്. ഫൈനലിക്കകത്ത് നമ്മൾ ക്ലീനപ്പ് കോഡാണ് എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാം ക്ലീനപ്പ് കോഡ് എന്ന്. ക്ലീനപ്പ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റാബേസ് കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള കോഡ്, അല്ലെങ്കിൽ ഒരു ഫയൽ ക്ലോസ് ചെയ്യാനുള്ള കോഡ്, അല്ലെങ്കിൽ ഒരു മെമ്മറി റിലീസ് ചെയ്യാനുള്ള കോഡ്. ഇങ്ങനത്തെ കോഡൊക്കെയാണ് നമ്മൾ ഫൈനലി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതങ്ങനെയാണെങ്കിൽ ട്രൈ തന്നെ കൊടുത്താൽ പോരെ, എന്തുകൊണ്ടാണ് ഫൈനലിയിൽ വന്ന് കൊടുക്കുന്നത്, എല്ലാം കൂടെ ട്രയൽ കൊടുത്താൽ മതിയല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു കുറെ ലൈൻസ് ഓഫ് കോഡ് കാണുമല്ലോ ട്രൈക്കകത്ത് തന്നെ. എവിടെങ്കിലും ഒരു എക്സെപ്ഷൻ വന്നു കഴിയുമ്പോൾ അത് ക്യാച്ചിനകത്തോട്ട് പോകും. അതിന് ശേഷമുള്ള കോഡ് ട്രൈക്കകത്ത് കിടക്കുന്ന എക്സിക്യൂട്ട് ആവത്തില്ല. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ ഫയൽ റീഡ് ചെയ്തപ്പോ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്യാച്ചിനകത്തോട്ട് കയറും. പിന്നെ ആ ഫയൽ ക്ലോസ് ആവത്തില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫൈനലിക്കകത്തത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഫയലിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഇതാണ്. അതായത് ഒരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ റീഡ് ചെയ്യാന്നുള്ള ഒരു പ്രോഗ്രാം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിലോട്ട്. ആ സെയിം പ്രോഗ്രാം തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് എന്താ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു a.txt എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫയൽ എന്റെ ഡെസ്ക്ടോപ്പിലുണ്ട്. അത് റീഡ് ചെയ്യുന്ന കോഡാണ്. ഇപ്പൊ ഈ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഫയലിനെ റീഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റിലോട്ട് ട്രൈക്കകത്ത് ഞാൻ പാസ് ചെയ്തിരിക്കുകയാണ്. ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ക്യാച്ച് ചെയ്യണം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫയൽ ഇല്ലെങ്കിൽ വരുന്ന എക്സെപ്ഷൻ ആണ് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ഓക്കെ, എന്നിട്ട് ഫൈനലിക്കകത്ത് ഞാൻ 2 കേസ് കൊടുത്തിട്ടുണ്ട് ഇഫ് എൽസിനകത്ത്. ഇപ്പൊ സ്കാനറിന്റെ ഒബ്ജക്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, അതായത് അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് റീഡ് ചെയ്ത് ഒരു സ്ട്രിങ്ങിനകത്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് പ്രിന്റ് ചെയ്തിട്ട് ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ നോ സച്ച് ഫയൽ എന്ന് പ്രിന്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. പ്രോഗ്രാം കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ പ്രോഗ്രാമിന്റെ എല്ലാ ലൈനും ഞാൻ ആ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോ ഇതിനകത്തുള്ള കണ്ടന്റ്സ് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എല്ലാം ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫയലിനകത്തെ കണ്ടന്റ്സ് എല്ലാം അവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു ഫയൽ ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഈ ഫയൽ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വന്നു, നോ സച്ച് ഫയൽ. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈക്കകത്ത് വരുമ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ കണ്ടു കഴിയുമ്പോൾ അത് ഡയറക്റ്റ് ക്യാച്ചിനകത്തോട്ട് പോകും. പിന്നെ ആ ഫയൽ ക്ലോസ് ആവത്തില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ കോഡൊക്കെ നമ്മൾ ഫയലിലേക്കകത്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ജനറൽ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതുകൊണ്ട് ക്ലോസിംഗ് കോഡ് നമ്മൾ ഫൈനലി കൊടുക്കുന്നു. ഇനി ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ട്രൈയുടെ കൂടെ എത്ര ക്യാച്ച് വേണമെങ്കിലും എഴുതാം, എത്ര ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഒരു ട്രൈയുടെ കൂടെ ഒരു ഫൈനലി സ്റ്റേറ്റ്മെന്റ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു ട്രൈയുടെ കൂടെ എത്ര ക്യാച്ച് വേണമെങ്കിലും എഴുതാം, പക്ഷെ ഒരു ട്രൈയുടെ കൂടെ ഒരു ഫൈനലി സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രൈക്കകത്ത് കുറച്ച് ജംപ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബ്രേക്ക്, കണ്ടിന്യൂ, പിന്നെ റിട്ടേൺ. ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും ഫൈനലി എക്സിക്യൂട്ട് ആവുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ഫൈനലി എക്സിക്യൂട്ട് ആവും. അതിന് ശേഷമേ ആ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ? എങ്ങനെയാണെങ്കിലും ഫൈനൽ എക്സിക്യൂട്ട് ആവും. ഇനി ഇപ്പൊ വരാവുന്ന ഒരു ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫൈനലി എക്സിക്യൂട്ട് ആകാതിരിക്കുന്ന കണ്ടീഷൻ ഉണ്ടോ എന്ന്. അങ്ങനെ 4 കേസ് ഉണ്ട് ഫൈനലി എക്സിക്യൂട്ട് ആകാതിരിക്കുന്നത്. അതെപ്പോഴാണെന്ന് പറയാം. ഇപ്പൊ ഈ സംഭവം തന്നെ ഞാൻ ഇപ്പൊ ഇത് കളയാണ്. അപ്പൊ 4 കേസ് നിങ്ങൾ ഓർത്തിരിക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാല് ട്രൈക്കകത്ത് system.exit.0 ഉണ്ടെങ്കിൽ
അതായത് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് സിസ് എക്സിറ്റ് ഓഫ് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അബ്നോർമലി ഇത് ടെർമിനേറ്റ് ആവും, നമ്മുടെ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവത്തില്ല. ഇപ്പൊ ട്രൈക്കകത്ത് സിസ്റ്റം ഡോട്ട് എക്സിറ്റ് ഓഫ് 0 ഉണ്ടെങ്കിൽ എക്സിക്യൂട്ട് ആവത്തില്ല, ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് ഔട്ട് ഓഫ് മെമ്മറി എറർ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഔട്ട് ഓഫ് മെമ്മറി എറർ വരികയാണെങ്കിൽ ഫൈനലി എക്സിക്യൂട്ട് ആവത്തില്ല. മൂന്നാമത്തത് ഫൈനലിക്കകത്തൊരു എക്സെപ്ഷൻ വന്നാൽ, ഇപ്പൊ ട്രൈക്കകത്ത് എക്സെപ്ഷൻ വരുന്നത് പറഞ്ഞു, ഇപ്പൊ ഫൈനലിക്കകത്തൊരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഫൈനലി എക്സിക്യൂട്ട് ആവത്തില്ല. നാലാമത്തെ കേസ് ഒരു ത്രെഡ് ഡെഡ് ആവുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ത്രെഡ് ഇൻ ബിറ്റ്വീൻ ടെർമിനേറ്റ് ആവുകയാണെങ്കിലും ഫൈനലി എക്സിക്യൂട്ട് ആവത്തില്ല. ഇപ്പൊ ത്രെഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവണ്ട. അപ്പൊ ഈ 4 കേസ് ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് കേസ് സിസ്റ്റം ഡോട്ട് എക്സിറ്റ് ഓഫ് 0 ട്രൈയിൽ ഉണ്ടെങ്കിൽ, രണ്ടാമത്തത് ഔട്ട് ഓഫ് മെമ്മറി എറർ വരികയാണെങ്കിൽ, 3 ഫൈനലി ഒരു എക്സെപ്ഷൻ വരികയാണെങ്കിൽ, 4 ഡെഡ് ഓഫ് എ ത്രെഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫൈനലിയെ കുറിച്ചുള്ള എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിന്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.